സ്നേഹമുള്ളവരെ, നമ്മുടെ തീർത്ഥാടന യാത്ര നമുക്കൊരുമിച്ച് തുടരാം. ഇന്ന് നമ്മൾ പോകുന്ന പുതിയൊരു വിശുദ്ധൻ്റെ അടുത്തേക്കാണ്. വിശുദ്ധ ആഞ്ചലോ ഓഫ് ആക്രി. റോമിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ അകലെ സൗത്തൻ ഇറ്റലിയിലെ കലാബ്രിയ റീജിയനിലെ ആക്രി എന്ന മലമുകളിലേക്ക് നമ്മൾ പോവുക. നമ്മുടെ ആദ്യ യാത്ര തുടങ്ങുന്ന ട്രെയിനിലാണ്. ഇവിടുത്തെ ട്രെയിനുകൾക്കൊക്കെ താഴെയും മുകളിലും ഇരിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ഡബിൾ ഡെക്കറാണ്. അതിനുശേഷം നമ്മുടെ യാത്ര ബസ്സിലാണ്. ഇറ്റലിയുടെ മനോഹരമായ 4 വരി പാതയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഈ പാതകളൊക്കെ വളരെ നേരായിട്ട് കിടക്കുന്ന പാതകളാണ്. അതുകൊണ്ട് ഒന്നെങ്കിൽ പാലത്തിന് മുകളിലൂടെയോ അല്ലെങ്കിൽ കുന്നുകൾ തുറന്നുള്ള തുരങ്കങ്ങളിലൂടെയൊക്കെ ഏകദേശം എല്ലാ 25-30 കിലോമീറ്റർ കൂടുമ്പോഴും 1, 2, 3 കിലോമീറ്ററൊക്കെ നീളമുള്ള തുരങ്കങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നു. മനോഹരമായ ഈ വീതിയിലൂടെ നമ്മൾ കലാബ്രിയ റീജിയനിലേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെ നമ്മുടെ ഗാർഡിയനച്ച് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ മലയുടെ മുകളിലേക്ക്, അട്ടപ്പാടി മല മുകളിലേക്കൊക്കെ കയറി പോകുന്നത് പോലെ ചുരത്തിലൂടെ കയറി മുകളിൽ നമ്മൾ ആക്രയിലേക്ക് എത്തിച്ചേരുന്നു. ആക്ര വിശുദ്ധമായ ഒരു സ്ഥലമാണ്. വിശുദ്ധ ആഞ്ചലോ ജനിച്ച്, ജീവിച്ച്, മരിച്ച് ഇന്നും അനേകായിരങ്ങൾക്ക് അനുഗ്രഹം പകർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. അതിമനോഹരമായ ബസിലിക്ക പള്ളി നമുക്ക് കാണാം. ആകാശം മുട്ടി നിൽക്കുന്ന മനോഹരമായ ബസിലിക്ക ദേവാലയം. അതിനോടടുത്ത് തന്നെ കപ്പുച്ചിൻ ആശ്രമവും സെമിനാരിയൊക്കെ നമുക്ക് കാണാം. ഇന്ന് ഈ സെമിനാരി അഭയാർത്ഥികൾക്കായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കൂടുതൽ അഭയാർത്ഥികളായിട്ടുള്ള മുസ്ലിം സഹോദരന്മാരൊക്കെയാണ് ഇന്ന് ഈ സെമിനാരിയിൽ താമസിക്കുക. തുടർന്ന് ആശ്രമത്തിൻ്റെ ഏറ്റവും സൈഡിലായിട്ട് ആശ്രമ ദേവാലയം നമുക്ക് കാണാം. ആശ്രമത്തിന് ഏറ്റവും മുന്നിലായിട്ട് അതിമനോഹരമായ വിശുദ്ധ ആഞ്ചലോയുടെ ഒരു രൂപം നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് വിശുദ്ധ ആഞ്ചലോ ജീവിച്ച ജീവിത വഴികളിലൂടെ ഒന്ന് കടന്നു പോകാൻ ശ്രമിക്കാം. ബഹുമാനപ്പെട്ട ക്ലെമൻ്റച്ചൻ നമ്മളെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇവിടെ മുൻ പ്രൊവിൻഷ്യലായിരുന്ന ബഹുമാനപ്പെട്ട ജോവാനി ബാപ്റ്റിസ്റ്റച്ചൻ വിശുദ്ധ ആഞ്ചലോയെക്കുറിച്ച് നമുക്ക് മനോഹരമായിട്ട് പറഞ്ഞു തരികയാണ്. Buongiorno a tutti, allora, ben trovati a tutti. Ecco, qui siamo ad Acri, nel paese nativo di Sant'Angelo d'Acri. Acri è una cittadina della provincia di Cosenza, a 700 metri, un clima molto buono, anche se in questo momento fa caldo, ed è il paese che ha dato i natali al nostro Sant'Angelo. E questo avvenne nel lontano 1669, un 19 ottobre. വിശുദ്ധ ആഞ്ചലോ ജീവിച്ച അതേ മനോഹരമായ ഈ ആശ്രമത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോയിക്കൊണ്ട് നമുക്ക് അച്ഛൻ പറഞ്ഞു തന്ന ജീവചരിത്രത്തിൻ്റെ മലയാള പരിഭാഷ ശ്രവിക്കാം. 1669 ഒക്ടോബർ 19 ലൂക്ക അന്തോണിയോ ജനിക്കുന്നത്. 20ാമത്തെ വയസ്സിൽ കപ്പുച്ചിൻ സഭയിൽ ചേരാനുള്ള ആഗ്രഹവുമായിട്ട് ഈ കപ്പുച്ചിൻ ആശ്രമത്തിലേക്ക് എത്തി. എന്നാൽ ചേർന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയെ പിരിഞ്ഞിരിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തിരിച്ചു പോകും. വീണ്ടും അദ്ദേഹം 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും സഭയിൽ ചേരാനുള്ള ആഗ്രഹവുമായിട്ട് തിരിച്ചെത്തി. എന്നാൽ അമ്മയോടുള്ള ആ ഒരു സ്നേഹം, വിട്ടുപിരിയാൻ പറ്റാത്ത ഭയങ്കര സ്നേഹമായിരുന്നു ലൂക്ക അന്തോണിക്ക് അമ്മയോട്. അതുകൊണ്ട് കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചു പോവുകയാണ്. ഈശോയോടുള്ള സ്നേഹവും സഹോദര സ്നേഹവും പരിത്യാഗ ജീവിതവും ഒക്കെ അന്തോണിക്ക് ഉണ്ടായതുകൊണ്ട് 3ാമതും സഭയിൽ ചേരുവാനുള്ള ആഗ്രഹവുമായിട്ട് എത്തിയപ്പോൾ സഭാധികാരികൾ ലൂക്ക അന്തോണിയെ സ്വീകരിച്ചു. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം അദ്ദേഹം വിജയിച്ചു. 1690 നവംബർ 12 ആഞ്ചലോ ഓഫ് ആക്രി എന്ന നാമത്തിൽ കപ്പുച്ചിൻ സഭാ വസ്ത്രം സ്വീകരിച്ചു. അദ്ദേഹം ജീവിച്ച റൂമാണിത്. 1700 പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് തൻ്റെ ശുശ്രൂഷ ജീവിതം ആരംഭിച്ചു. ഈശോയോടുള്ള വലിയ സ്നേഹത്താൽ കത്തി ജ്വലിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു വിശുദ്ധ ആഞ്ചലോയുടെ ജീവിതം. നമുക്കിതാ റൂമിന് പുറത്തേക്ക് ഈ വരാന്തയിലൂടെ നടന്നുകൊണ്ട് വിശുദ്ധ ആഞ്ചലോയുടെ ഉപയോഗിച്ച വസ്തുക്കളെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ മനോഹരമായ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ വിശുദ്ധ ആഞ്ചലോ ഉപയോഗിച്ച
ഒരുമാതിരി എല്ലാ വസ്തുക്കളും ഇവിടെ സൂക്ഷിച്ചു വച്ചിരുന്നു. അതിമനോഹരമായിട്ടുള്ള ഈ ഒരു മ്യൂസിയം നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ വിശുദ്ധ ആഞ്ചലോയുടെ ജീവചരിത്രം നമുക്ക് ശ്രവിക്കുകയും ചെയ്യാം. 1702 മുതൽ വചനം പ്രസംഗിച്ചുകൊണ്ട് കലാബ്രിയ റീജിയൻ മുഴുവനും അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചു. ഈശോയുടെ കുരിശും പിടിച്ചുകൊണ്ട് ഈശോയോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിച്ചുകൊണ്ട് ഈശോയെ പ്രഘോഷിക്കുകയായിരുന്നു ഈ ഒരു വലിയ വിശുദ്ധൻ. എന്നാൽ തുടക്കത്തിലൊക്കെ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ പ്രസംഗം നിർത്തിപ്പോരേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ പ്രസംഗം പഠിച്ചത് പറയാനായിട്ട് സാധിക്കാതെ പോയ ഒരവസ്ഥയൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിലദ്ദേഹം പതറിയില്ല, തോറ്റുപോയില്ല. ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രഘോഷിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ വിജയകരമായിട്ട് മാറുകയും ചെയ്തു. ഈശോയുടെ ഉള്ള സ്നേഹം പ്രഘോഷിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, വചനപ്രഘോഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടും. ഈശോയുടെ കാരുണ്യം വാരിക്കോരി ചുരുകയായിരുന്നു കുമ്പസാരക്കൂട്ടിലൂടെ. ഒത്തിരി നേരം കുമ്പസാരക്കൂട്ടിലിരുന്ന് മടുപ്പ് കൂടാതെ ഒത്തിരി നേരം ഇരുന്ന് ആത്മാക്കളെ നേടുവാനായിട്ട്, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. തൻ്റെ മിഷൻ യാത്രകളൊക്കെ കാൽനടയായിട്ടാണ്, വചനപ്രഘോഷണത്തിനൊക്കെ കാൽനടയായിട്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. കാൽനടയായിട്ട് പ്രായമായപ്പോൾ അദ്ദേഹം കുത്തി നടക്കുവാനായിട്ട് ഉപയോഗിച്ച വടി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഉപയോഗിച്ച പുസ്തകങ്ങൾ എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ആശ്രമം ചാപ്പലാണ് അന്നുണ്ടായിരുന്നത്. ഇവിടെ ഇരുന്ന് അദ്ദേഹം ഒത്തിരി നേരം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയിൽ ഈശോയുടെ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഹൃദയത്തിൽ നിറഞ്ഞ് അനുഭവിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ഈശോയുടെ വലിയ സ്നേഹമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് മുഖ്യ വിഷയം. ആശ്രമത്തിനോട് ചേർന്നുള്ള വളരെ മനോഹരമായൊരു മുന്തിരിത്തോട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുന്തിരികളൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ഈ മുന്തിരിത്തോപ്പിലൂടെ നമുക്കൊന്ന് നടന്നു നീങ്ങാം. ആശ്രമത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും, ആശ്രമത്തിൻ്റെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഈ പറമ്പിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ആശ്രമത്തിലേക്ക് വേണ്ട പച്ചക്കറികൾ, എല്ലാവിധ പച്ചക്കറികളും ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ ഈ ആശ്രമത്തിൽ അച്ഛന്മാർ തന്നെ ഫ്രീ ടൈം കിട്ടുന്നത് പോലെ ഈ മനോഹരമായ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് നമുക്ക് കഴിക്കാനുള്ള എല്ലാ പച്ചക്കറികളും ലഭിക്കും. നമുക്കിവിടെ നിന്ന് വിശുദ്ധ ആഞ്ചലോയുടെ ദേവാലയത്തിലേക്ക്, ബസലിക്കയിലേക്ക്, തൊട്ടടുത്തുള്ള നമ്മൾ കണ്ട ബസലിക്കയിലേക്ക് പ്രവേശിക്കാം. അതൊരു ഇടവക ദേവാലയമായിട്ട് ആണ് ഇന്ന് പ്രവർത്തിക്കുക. ഒത്തിരി പേര് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയുണ്ട്. പല സമയങ്ങളിലും വിശുദ്ധ ആഞ്ചലോയുടെ ബസലിക്കയിൽ അനേകായിരങ്ങൾ വന്ന് ഓരോ ദിവസവും പ്രാർത്ഥിച്ച് അനുഗ്രഹം സ്വീകരിക്കുന്നുമുണ്ട്. നമുക്കും ഈ ദേവാലയത്തിലേക്ക് കയറി പ്രാർത്ഥിച്ച് അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് ശ്രമിക്കാം. ദേവാലയത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമുക്ക് കളിൽ നിന്ന് തന്നെ ഈ വിശുദ്ധ കുർബാനയിൽ ഒന്ന് പങ്കുചേരാം. ഈശോയുടെ വലിയ അനുഗ്രഹം നിറയുവാനായിട്ട് പ്രാർത്ഥിക്കാം. കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയമാണ്. ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട്, ഈശോയുടെ വലിയ സ്നേഹവും സന്തോഷവും നമ്മളിൽ നിറഞ്ഞു നിൽക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ആഞ്ചലോയുടെ ബസലിക്ക മനോഹരമായ ബസലിക്കയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവം ആ മനോഹാരിത ആസ്വദിക്കാം. ഇന്ന് ഞായറാഴ്ച ദിവസമല്ല എങ്കിൽ തന്നെയും വൈകുന്നേരത്തെ കുർബാനയ്ക്ക് ഒത്തിരി ആളുകൾ തന്നെ വന്നിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ 3 കുർബാനകളും വൈകുന്നേരം 1 കുർബാനയാണുള്ളത്. അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരം കുർബാനകളുണ്ട്. കുർബാനയ്ക്ക് ഒത്തിരി പേര്, തീർത്ഥാടകരായിട്ട് ഒത്തിരി പേര് എത്താറുണ്ട്. അതല്ലാതെ ഇടവകക്കാരും പങ്കെടുക്കുന്നു. വിശുദ്ധ ആഞ്ചലോയിനെ അടക്കം ചെയ്തിരിക്കുന്ന ഈ ദേവാലയത്തിലാണ്. നമുക്ക് വിശുദ്ധ ആഞ്ചലോയുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ഒത്തിരി നടന്ന് കാൽനടയായിട്ട് ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട്, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ട് അദ്ദേഹം തൻ്റെ പ്രസംഗം കൊണ്ടും കുമ്പസാരിപ്പിച്ചും തൻ്റെ ജീവിതം കൊണ്ടും ഓടി നടന്ന് രോഗികളെ സന്ദർശിച്ച് രോഗിലേപനം നൽകിയൊക്കെയായിട്ട് അദ്ദേഹം
വീട് സന്ദർശനത്തിൽ തൻ്റെ അടുത്തേക്ക് വരാത്തവരെ ഈശോയുടെ അടുത്തേക്ക് ആനയിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി അവരെ വിളിച്ചുകൊണ്ട് വരുവാനും അവരോട് ചേർന്നിരിക്കുവാനും വീടുകളിൽ സന്ദർശിച്ച് ഒത്തിരി നേരം സംസാരിക്കുവാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി പേരെ നേടുവാനായിട്ട് ഈശോയ്ക്ക് വേണ്ടി നേടുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. എല്ലാവരെയും സഹായിക്കാനായിട്ടുള്ള വലിയൊരു മനസ്സ് വിശുദ്ധ ആഞ്ചലോയ്ക്കുണ്ടായിരുന്നു. ഏത് സാഹചര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്നവരെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സഹായിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. പ്രയാസകരമായ സാഹചര്യങ്ങളെ സ്നേഹം കൊണ്ടാണ് നമ്മൾ മറികടക്കുന്നതെന്നാണ് ഈ വിശുദ്ധൻ നമുക്ക് പറഞ്ഞു തരിക. ഈ ദേവാലയത്തിന് മുകളിലായിട്ട് അവിടെയാണ് കൊയർ നിന്ന് പാടുന്ന സ്ഥലം. വളരെ വലിയ ഒരു പൈപ്പ് ഓർഗൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വലിയ പൈപ്പ് ഓർഗൺ പ്ലേ ചെയ്തുകൊണ്ടാണ് കൊയർ നല്ല ശ്രുതി മധുരമായ ഗാനം ആലപിച്ചിരിക്കുന്നത്. ദേവാലയത്തിൻ്റെ മനോഹാരിത, മുകളിൽ മുഴുവനും വിശുദ്ധ ആഞ്ചലോയുടെ ജീവചരിത്രം വരച്ചു ചേർത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ ആഞ്ചലോ താൻ അംഗമായിരുന്ന കപ്പുച്ചിൻ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോഴൊക്കെ തൻ്റെ കപ്പുച്ചിൻ സഹോദരന്മാരെ ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന വിശുദ്ധരാകുവാനായിട്ട് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. തൻ്റെ 70-ാമത്തെ വയസ്സിൽ വിശുദ്ധ ആഞ്ചലോ ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. 1825 പോപ്പ് ലിയോ 12 ദൈവദാസനായിട്ട് ആഞ്ചലോയെ പ്രഖ്യാപിച്ചു. പിന്നീട് ഒത്തിരി അത്ഭുതങ്ങൾ വിശുദ്ധൻ്റെ നാമത്തിൽ സംഭവിച്ചു. അങ്ങനെ 2017 ഒക്ടോബർ 15 ഫ്രാൻസിസ് മാർപ്പാപ്പ ആഞ്ചലോയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. നമുക്കും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വിശുദ്ധ ആഞ്ചലോയുടെ മാധ്യസ്ഥവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.